നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷത്തിന്റെ ചൂട് കുറഞ്ഞെന്നൊരു സൂചന പോലും കാണാനില്ല. മറിച്ച് ഓരോ ദിവസവും അത് കൂടുതൽ സങ്കീർണവും അപകടകരവുമായ ദിശയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിസന്ധി വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുമ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ നടത്തിയ ഒരു പുതിയ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തെ കൂടുതൽ ഗുരുതരമാക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലടക്കം അമേരിക്ക തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതുവരെ ഇറാന്റെ ക്ഷമ എന്താണെന്ന് ലോകം കണ്ടു. എന്നാൽ ഇനിയും ഞങ്ങൾക്ക് ക്ഷമിക്കാനാവില്ല. നാവിക ഉപരോധം തുടരുന്നത് ക്ഷമിക്കാൻ ഇറാന് കഴിയില്ല എന്നും മസൂദ് പെഷഷ്കിയാൻ വ്യക്തമാക്കി. ഈ നാവിക ഉപരോധവും യുദ്ധം തന്നെയെന്നും ഇനിയും തുടർന്നാൽ കടുത്ത തീരുമാനമെടുക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പും നൽകി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്ക ദയനീയമായി പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ഇറാൻ പരമോന്നത നേതാവിന്റെ പുതിയ സന്ദേശവും പുറത്തു വന്നിരുന്നു. മിസൈൽ ആണവ ശേഷികളിൽ അമേരിക്കയ്ക്ക് വഴങ്ങില്ല എന്നും മുജ്തബ ഖമേനി വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് നിയന്ത്രിക്കാൻ ഇറാൻ ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം മേഖലയ്ക്ക് പുരോഗതി നൽകുമെന്നും ഭാവിയിൽ അമേരിക്കയ്ക്ക് മേഖലയിൽ സ്ഥാനമുണ്ടാകില്ല എന്നുമാണ് പരമോന്നത നേതാവിന്റെ സന്ദേശത്തിൽ പറയുന്നത്. ഇതോടെ അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളുടെ സ്ഥിതി എന്താകുമെന്നതിൽ ആകാംക്ഷയേറി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്ക ദയനീയമായി പരാജയപ്പെട്ടെന്നാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ പുതിയ വാദം. ഈ സന്ദേശം കൂടി പുറത്തു വന്നതോടെ സമാധാനം അകലുന്നുവോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഹോർമൂസിലും പേർഷ്യൻ ഗൾഫിലും ഇറാൻ പുതിയ അധ്യായം തുറക്കുന്നുവെന്ന് മുജ്തബ ഖമേനി അവകാശപ്പെട്ടു. മേഖലയിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ദയനീയമായി പരാജയപ്പെട്ടെന്നും അമേരിക്കയുടെ ചൂഷണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നും മുജ്തബ ഖമേനി പുതിയ സന്ദേശത്തിലൂടെ പറഞ്ഞുവെച്ചു. ഹോർമൂസ് നിയന്ത്രിക്കാൻ പുതിയ സംവിധാനം സ്ഥിരീകരിക്കുന്നതാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ സന്ദേശം. അമേരിക്കൻ സാന്നിധ്യമാണ് മേഖലയിൽ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമെന്നും മുജ്തബ കുറ്റപ്പെടുത്തി. അയൽ രാജ്യങ്ങളുമായി ചേർന്ന് പോകേണ്ടവരാണ് ഇറാൻ ജനത. എന്നാൽ അമേരിക്കയുടെ സാന്നിധ്യം എന്നും പ്രദേശത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാണ്. അമേരിക്കയുടെ സ്ഥാനം പശ്ചിമേഷ്യൻ മേഖലയിലല്ല, മറിച്ച് കടലിന്റെ അടിത്തട്ടിലായിരിക്കുമെന്ന് തെളിയിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് സന്ദേശത്തിൽ കടുപ്പിച്ചു പറഞ്ഞു. അയൽ രാജ്യങ്ങളുമായി ചേർന്ന് പോകാമെന്നും പുതിയ സംവിധാനം വഴി മേഖലയിൽ സമാധാനവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിൽ ഒന്നിച്ചു പോകാമെന്ന് ഹോർമൂസ്, ഒമാൻ കടൽ, ഗൾഫ് അയൽ രാജ്യങ്ങളോട് ഇറാൻ പരമോന്നത നേതാവ് വിവരിച്ചിട്ടുണ്ട്. സമാധാന ശ്രമങ്ങൾ സ്തംഭിച്ചു നിൽക്കെ ലോകം കാത്തുനിന്ന ഇറാൻ പരമോന്നത നേതാവിന്റെ നിലപാട് വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങാത്തതാണ്. സമാധാന ചർച്ചകളിൽ ഇറാന്റെ ഉപാധികൾ തള്ളിയതോടെ പരമോന്നത നേതാവിന്റെ നിലപാട് കാക്കുകയായിരുന്നു ലോകം. ഇതോടെ സമാധാന നീക്കത്തിന് എങ്ങോട്ടാണ് ഇനി പോകുന്നത് എന്ന ആശങ്കയേറി. പ്രശ്നത്തിലെ നയതന്ത്ര നീക്കങ്ങൾ ഏറെക്കുറെ സ്തംഭിച്ചു നിൽക്കുന്നതിനിടെ ഇറാന് മേൽ തുടർന്നും ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പുടിൻ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ചർച്ചകളിലെ സ്തംഭനം ഒഴിവാക്കി സമ്മർദ്ദം കൂട്ടാൻ വീണ്ടും കനത്ത ആക്രമണം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആസൂത്രണം ചെയ്യുന്നതായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോൾ രണ്ട് വശങ്ങളിലും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉപരോധം തുടരാനുള്ള ശ്രമം, മറുവശത്ത് ഇറാൻ അത് അംഗീകരിക്കില്ല എന്ന നിലപാട്. ഇതൊരു ഡെഡ്ലോക്ക് മാത്രമല്ല, അപകടകരമായ ഏറ്റുമുട്ടലിന്റെ തുടക്കമാകാനും സാധ്യതയുണ്ട്. അതേസമയം ഈ പ്രശ്നം ഒരു പ്രാദേശിക വിഷയത്തിൽ ഒതുങ്ങുന്നില്ല. ലോകത്തിലെ പ്രധാന ശക്തികളെല്ലാം ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചു നിൽക്കുകയാണ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു നീക്കമെങ്കിലും വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതോടെ ഒരു വലിയ ചോദ്യമാണ് ഉയരുന്നത്: ഈ സംഘർഷം എവിടെയാണ് എത്തിപ്പെടുന്നത്? ഇപ്പോൾ കാണുന്നത് വളരെ വ്യക്തമാണ്. വാക്കുകളിൽ മുന്നറിയിപ്പുകൾ ശക്തമാകുന്നു, സമ്മർദ്ദമുയരുന്നു, സമാധാനത്തിന് ഇടവഴികൾ അവസാനിക്കുന്നു. അവസാനം ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഭയം ഒന്നാണ്: സംഭാഷണങ്ങൾ അവസാനിക്കുകയും നടപടി തുടങ്ങുകയും ചെയ്യുന്ന നിമിഷം. കാരണം ഹോർമൂസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി ഇനി ഒരു പ്രാദേശിക പ്രശ്നമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കാവുന്ന ഒരു സങ്കീർണ പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.